ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ അവറിൽ നമ്മൾ കണ്ടത് ബേസിക് കോൺസെപ്റ്റിനെ കുറിച്ചാണ്, ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ മൊബിലിറ്റി. എന്താണ് ക്യാപിറ്റൽ മൊബിലിറ്റി? ഈ വാക്ക് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരില്ല, എത്ര നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും, എന്തായിരിക്കും. ഇത് നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ക്യാപിറ്റൽ മൊബിലിറ്റി. സോ ഇൻഫ്ലോ ഓഫ് ക്യാപിറ്റൽ ആസ് വെൽ ആസ് outflow of capital. Capital we mean foreign capital in the form of foreign direct investment, in the form of foreign portfolio investment, foreign direct investment made by multinational corporations. Foreign portfolio investment, foreigners are buying Indian shares of Indian companies. So that is one form of foreign portfolio investment. Like that, Indian companies will be borrowing from other countries, in the form of external commercial borrowings or rupee denominated bond, rupee denominated bond. So that also a part of ECB, external commercial borrowing. So you got an idea about what we can say capital mobility. Now coming to the Ellencar. Ellencar എന്താണ്? എല്ലങ്കാർവിൻ്റെ അകത്തെ കോൺസെപ്റ്റൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ്, നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നില്ല. പക്ഷേ എല്ലങ്കാർ ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് വാട്ട് വി ക്യാൻ സേ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ലെവൽ ഓഫ് ഇൻകം. This is the Ellencar, the upward sloping one, or at lower rate of interest the income will be low, rate of interest low, investment low, income will be also low. So that is the logic behind the positive sloping nature of the Ellencar. Okay, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാൽ നമ്മൾ അതിലേക്ക് പോകേണ്ടതല്ല. ബട്ട് വി ആർ സ്റ്റഡിങ് എ ന്യൂ കാർ വിച്ച് ഈസ് കോൾഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കാർ, which indicates balance of payment equilibrium for our country. The BP curve shows the various combinations of interest rate and income at which the nation's balance of payment is in equilibrium at a given exchange rate. So BP curve shows actually a given exchange rate മാറുവാണെങ്കിൽ താട്ട് വരും അല്ലെങ്കിൽ മുന്നോട്ട് പോകും. So at a given exchange rate the BP curve shows the equilibrium in the balance of payment or in the external sector for that particular country. The balance of payment is in an equilibrium when a trade deficit is matched by an equal capital inflow. ഇതും കൂടെ എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ എന്താ പറയുക, നമ്മുടെ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡോളർ ഇങ്ങോട്ട് കിട്ടിയോ അത്രമാത്രം നമ്മൾ ഡോളർ അങ്ങോട്ട് കൊടുക്കുന്ന അവസ്ഥയാണ്. ഡോളർ കിട്ടുന്നത് എങ്ങനെയാണ്? എക്സ്പോർട്ടിലൂടെ. ഡോളർ വേറെ എങ്ങനെ കിട്ടും? ഫോറിൻ ക്യാപിറ്റൽ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, ഡോളർ പോകുന്നത് എങ്ങനെയാണ്? ഇമ്പോർട്ടിലൂടെ. വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ ഡോളർ കിട്ടും? വിദേശ ഇൻവെസ്റ്റേഴ്സ് ഡോളർ പോകുന്നത് എങ്ങനെയാണെന്നാല് ഇമ്പോർട്ടിലെ ഡോളർ അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ ഫോറിൻ ക്യാപിറ്റൽ വിദേശത്തേക്ക് പോകുമ്പോൾ ഡോളർ അങ്ങോട്ട് പോകും. ഓക്കെ, സോ ഡോളർ കിട്ടുന്നതും ഡോളർ പോകുന്നതും തുല്യമാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം. ഇനി നമ്മൾ വിചാരിക്കുക, ദർ ആർ ടു ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട്സ് ഇൻ ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനോ. ഫസ്റ്റ് ഈസ് കോൾഡ് ദി കറണ്ട് അക്കൗണ്ട്. ഇത് നിങ്ങൾ ഒരു പക്ഷേ മിക്കവാറും തന്നെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ബട്ട് മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് കേട്ടിട്ടില്ല. കറണ്ട് അക്കൗണ്ട് ഈസ് എൻ അക്കൗണ്ട് വിച്ച് ഡീൽസ് വിത്ത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബേസിക്കലി ദർ ആർ സം സ്ലൈറ്റ് ഡിഫറൻസസ് ആസ് വെൽ വിച്ച് വി ആർ നോട്ട് ഗോയിങ് ടു ഈറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതെല്ലാം കറണ്ട് അക്കൗണ്ടിൽ വരും. അതുപോലെ നമ്മുടെ ആൾക്കാർ വിദേശ ജോലി ചെയ്യുന്നുണ്ട്, വിദേശ ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്, അതെല്ലാം കൂടെ ഈ കറണ്ട് അക്കൗണ്ടിൽ വരും. സോ കറണ്ട് അക്കൗണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസ് അക്കൗണ്ട് സിംപ്ലിഫൈഡ് ആയിട്ട് വിചാരിച്ചാൽ എല്ലാ കുറേ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ, വളരെ സിമ്പിളായിട്ട്. ദെൻ സിമിലർലി ദർ ഇസ് എ ക്യാപിറ്റൽ അക്കൗണ്ട്. വാട്ട് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്? അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് വിച്ച് റെഫേഴ്സ് അബൌട്ട് ഹൗ മച്ച് ഫോറിൻ ക്യാപിറ്റൽ came to India, how much foreign capital came out of India. അപ്പോൾ ഇതെല്ലാം ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ വിചാരിക്കുക എക്സ്പോർട്ടും എന്താണ് ഇമ്പോർട്ടുമാണ്. അവിടെ നമുക്കൊരു $10 ബില്യൺ ഡെഫിസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. $10 ബില്യൺ ഡെഫിസിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആക്കാനേ 1 സെക്കൻഡേ. ഓക്കെ, നമ്മൾ പറഞ്ഞു കേസ് എന്തായിരുന്നു? $10 ബില്യൺ ഡെഫിസിറ്റാണ് എവിടെ? കറണ്ട് അക്കൗണ്ടിൽ. നമ്മുടെ എക്സ്പോർട്ട് ഒരു ഇമ്പോർട്ട് കൂടില്ല എന്ന് വിചാരിക്കുക, $10 ബില്യൺ ഡെഫിസിറ്റ്. ഓക്കെ, ഇപ്പം ഇങ്ങനെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് വേറെ എവിടെയെങ്കിലും $10 ബില്യൺ കിട്ടണം. അത് നമ്മൾ എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കിട്ടും. ഡിലീറ്റ് ചെയ്തോട്ടെ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാനിങ്ങനെ മോളിൽ എഴുതി പോയി കഴിഞ്ഞു. ഒന്നാമത് ഹാൻഡ് റൈറ്റിങ് മോശം, പിന്നെ മോളിൽ എഴുതി പോകുമ്പോൾ ഒട്ടും കാണാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം കാര്യങ്ങളൊക്കെ ട്രീറ്റ് മോഡ് ഇട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് ഇതാണ്. നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഗുഡ്സും സർവീസസും എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിൽ
നമ്മുടെ ട്രേഡ് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം $10 ബില്യൺ. 10 ബില്യൺ, 1 ബില്യൺ 7,500 കോടി രൂപ കേട്ടോ. അപ്പോൾ അത്രയുണ്ടെങ്കിൽ നമുക്ക് വിദേശീയർക്ക് $10 ബില്യൺ കൊടുക്കാനുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മൾ തൊട്ടടുത്ത അക്കൗണ്ടിൽ നിന്ന് കിട്ടുമോ നമ്മൾ നോക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടെ നമ്മൾ വിദേശ ഇൻവെസ്റ്റേഴ്സിനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ പ്രേരിപ്പിച്ച് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മൾ $10 ബില്യൺ നമ്മളവിടെ സർപ്ലസ് കിട്ടും. അപ്പോൾ ഈ $10 ബില്യൺ കൊണ്ട് കറണ്ട് അക്കൗണ്ടിലെ സർപ്ലസ് ഡെപ്പോസിറ്റ് നമ്മൾ കവർ ചെയ്ത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ് ടോട്ടലി കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റലും കൂടെ ആകുമ്പം ബാലൻസായി. ഇതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മാനേജ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു രീതി. അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കുറച്ച് പൈസ വിദേശത്ത് നിന്ന് കടം മേടിച്ചാലും സംഭവം ഓക്കെ, പൈസ അല്ലല്ലോ, ഡോളർ കടം മേടിച്ചാലും ഓക്കെ. അപ്പോൾ ദിസ് ഈസ് ദ മെത്തേഡ് ഇൻ വിച്ച് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് മാനേജ്ഡ് ബൈ ദി ഗവൺമെൻറ്. ഓക്കെ, പിടികിട്ടില്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് ബാലൻസ്. അപ്പം കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് കാണും. കറണ്ട് അക്കൗണ്ട് $2 ബില്യൺ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് $2 ബില്യൺ സർപ്ലസ് വരുത്തും, കടം മേടിച്ച് വരുത്തും. ഓക്കെ, അത് നമ്മൾ ഡോളർ വിദേശികൾക്ക് കൊടുക്കും. ഇതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒരു മാനേജ്മെൻറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പോകാം. ഒരു സെക്കൻഡ്. ഇനി നമുക്കത് ഞാൻ പറഞ്ഞു പിടികിട്ടിയില്ല. സോ ദ ബി പി കർവ് ഹെൻസ് ഷോസ് ദ വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻകം. ഓക്കെ, so interest rate and income, and here where the balance of payment is in equilibrium. Hence the value of net exports നമുക്ക് $10 ബില്യൺ സർപ്ലസ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ $10 ബില്യൺ ഡെപ്പോസിറ്റ് കൊടുക്കും. നമ്മൾ വിദേശി $10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് രീതി. ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് $10 ബില്യൺ ഡെപ്പോസിറ്റാണെന്ന് വിചാരിച്ചു. കറണ്ട് അക്കൗണ്ടിൽ $10 ബില്യൺ ഡെപ്പോസിറ്റാണെന്ന് വിചാരിച്ചു. ക്യാപിറ്റൽ അക്കൗണ്ടിൽ $10 ബില്യൺ സർപ്ലസ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കും. അത് പറയാം, ആ കാര്യം തന്നെ ഇവിടെ പറയും. ഹിയർ ദി വാല്യൂ ഓഫ് നെറ്റ് എക്സ്പോർട്സ് ദാറ്റ് അഫക്ട് ദി ടോട്ടൽ പ്രൊഡക്ഷൻ കൺസിസ്റ്റന്റ് ഓഫ് is consistent with the level of net capital inflows. For example, if there is net export of 10 billion, there should be a net capital outflow of 1 billion. 10 billion ഇവിടെ 1 billion ആണ്. ആ 1 billion തന്നെ നമ്മൾ ക്യാപിറ്റൽ വിദേശത്തേക്ക് നമ്മുടെ ആൾക്കാരോട് പറയും വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞാൽ അവരെ പറഞ്ഞു വിടും. വലിയ $1 ബില്യൺ പറഞ്ഞ എല്ലാവരെയും പൈസ കൊടുത്ത് വിടും, ഡോളർ കൊടുത്ത് വിടും എന്നല്ല അർത്ഥം. അങ്ങനെ ഒരു പ്രോസസ് അവിടെ നടക്കും. സോ ദിസ് വിൽ മേക്ക് ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് in equilibrium. So you got the idea, and this is the balance of payment curve. Here it is interest rate, here is the income as in the case of both IS and LN curves, balance of pay. All these points, point A, B, C, D, etc. D ഒക്കെ ഇവിടെ കേട്ടോ, C ഇവിടെ, E, etc. All along this point there can be an infinite number of points along this PP curve. All that points are balance of payment in equilibrium. മനസ്സിലായല്ലോ. ഇങ്ങോട്ട് കിട്ടാനുള്ള ഡോളർക്ക് അങ്ങോട്ടും കൊടുത്തു, അങ്ങോട്ട് കൊടുക്കാനുള്ള ഡോളർക്ക് ഇങ്ങോട്ടും കിട്ടി. സോ ദാറ്റ് വാട്ട് വി ക്യാൻ സേ ഡ്രീം ലൈൻ ഈസ് ദിസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവ്. ഓക്കെ, ജനറലി ദി BOP കർവ് സ്ലോപ്സ് അപ്വേർഡ് ഇൻഡിക്കേറ്റിംഗ് ഹയർ ഇമ്പോർട്ട്സ് ഫ്രം ഹയർ ഇൻകം. അതിൻ്റെ ഒരു ലോജിക്ക് അതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത്? അതിന് താഴോട്ട് ഇങ്ങനെ വരാൻ മേലായിരുന്നോ, ഇങ്ങനെ വരാൻ മേലായിരുന്നോ, എന്താണ് ഇങ്ങോട്ട് പോകുന്നത് പറഞ്ഞില്ല. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്യട്ടെ. നമ്മൾ കാരണം അവിടെ പറഞ്ഞേക്കുന്നത് ഓക്കെ, ജനറലി BOP കർവ് അപ്വേർഡ് ഇൻഡിക്കേറ്റിംഗ് ഹയർ ഇമ്പോർട്ട്സ് ഫ്രം ഹയർ ഇൻകം. അതിൻ്റെ പ്രധാനപ്പെട്ട ലോജിക്ക് എന്താണ്? ഹയർ ഇമ്പോർട്ട് കൂടുതലായിരിക്കും ഇൻകം കൂടുതലാണെങ്കിൽ. മനസ്സിലായോ? ഇമ്പോർട്ട് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇമ്പോർട്ട് കൂടുതലായിരിക്കും, ഇൻകം കൂടുതലാകുമ്പോൾ ഇൻകം കൂടുന്നു, ഇമ്പോർട്ട് കൂടുന്നു. അങ്ങനെ സംഭവം ലോകത്തിലെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ആക്ച്വലി അവർ ഇമ്പോർട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് അവർ ഇൻകം. നമ്മൾ സമ്പന്നരാകുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ട് കൂടുതലാണ്, ഇൻകം കൂടുതലാകുമ്പോഴേ അപ്പോൾ നമുക്ക് ഒത്തിരി ഡോളർ വിദേശത്തേക്ക് കൊടുക്കേണ്ടി വരും. ഡോളർ ഇങ്ങനെ പുറത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കുക വിദേശത്തേക്ക്, കാരണം നമ്മൾ ഇമ്പോർട്ട് കൂടുതലാണ് എക്സ്പോർട്ടിനേക്കാളും. അപ്പോൾ നമ്മളെന്ത് അറിയോ, നമ്മുടെ ട്രേഡ് അക്കൗണ്ട് ചിലപ്പോൾ ഡെഫിസിറ്റ് ആവും അല്ലേ, നമ്മുടെ ഇമ്പോർട്ട് കൂടുതൽ എക്സ്പോർട്ട് പറയും. അന്നേരം നമ്മൾ വേറെ എന്തെങ്കിലും നമ്മൾ കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടെ നമ്മൾ കുറേ പൈസ മേടിക്കേണ്ടി വരും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ പൈസ മേടിക്കണമെന്നുണ്ടല്ലോ നമ്മുടെ ബാങ്കിലേക്ക് പൈസ വരണം എന്ന് വിചാരിക്കുക, വിദേശികൾ ഡെപ്പോസിറ്റ്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കണം? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കണ്ടോ? ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൂടുതലാണ്. അറ്റ് ലോ ഇൻകം ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ലോ. അറ്റ് ഹയർ ഇൻകം our import is high. Our trade deficit may be there for us, there can be a trade deficit, and to match that trade deficit there should be a capital account surplus. So to attract, to ensure that capital account surplus, you should have a higher rate of interest. ഇവിടെയാണ് നമ്മൾ ഒരു അടുത്ത പോയിന്റ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ബാങ്കിൽ പലിശ കൂടുതലാണെങ്കിലല്ലേ വിദേശികളോട് ഒന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ളൂ. അങ്ങനെ ഒരു സിമ്പിൾ ലോജിക്കിൻ്റെ പേരില്ല ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ട് ഇവിടെ ഇൻകം കൂടുതലിൻ്റെ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാക്കി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്.
നമുക്കറിയാം ഇങ്ങനെ ചെറിയ ചില രാജ്യങ്ങളുണ്ടല്ലോ വിദേശികൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യല്ല, ബാങ്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പം ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് ഇഷ്ടംപോലെ വിദേശ മൂലധനം വരും. ആ വിദേശ മൂലധനം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഫൈനാൻസ് ചെയ്യും. അതുകൊണ്ടാണ് ദിസ് ലോ ആൻഡ് ഹൈ കോമ്പിനേഷൻസ് ഓഫ് ബോത്ത് ദി ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ലെവൽ ഓഫ് ഇൻകം ഹാപ്പൻസ് അലോങ് ദി ബി പി കർവ്. മനസ്സിലായല്ലോ? ബി പി കർവ് ഇങ്ങനെയാണ്, ബി പി കർവ് ഇങ്ങനെയാകാം, ബി പി കർവ് ഇങ്ങനെയും ആകാം, ബി പി കർവ് ഇങ്ങനെയും ആകാം. ആ കേസുകൾ നമ്മൾ പഠിക്കും. ഓക്കെ, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട, എന്നാലും കുറച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. Then I think that you got some sort of an idea about this slope of the BP curve, why it is upward sloping, because at higher level of income, higher level of imports. Okay, now here interest rate is higher to attract more foreign capital from abroad. A simple example നമ്മൾ ചെയ്തോട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ. Then when the imports are high, there will be higher dollar payments, and hence dollar inflow through capital account is possible only if there comes higher rate of interest. Okay, hence balance of payment curve, the higher level of income is consistent with the higher level of rate of interest. Higher level of income, higher level of import, trade deficit. Higher level of income, higher level of what we can say import, higher level of what we can say trade deficit. Trade deficit. So too much 10 billion deficit dollar. Okay, too much your interest rate should be high, so that interest rate കൂടുതലാണെന്ന് നമ്മൾ ഓടി ഫോറിനേഴ്സ് എല്ലാം കൂടെ നമ്മുടെ ബാങ്കിൽ കൊണ്ടുപോയി ഡോളേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഡോളർ ഉപയോഗിച്ച് ട്രേഡ് ഡെപ്പോസിറ്റ് ഫൈനാൻസ് ചെയ്യും. ദിസ് ഇസ് എ റീസൺ വൈ ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവ് ഹാസ് ആൻ അപ്വേർഡ് സ്ലോപ്പ്. ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ലെവൽ ഓഫ് ഇൻകം when you are drawing a balance of payment curve. Okay, now let me delete that. Coming to the last paragraph, this page. Last paragraph, the balance of payment curve shows an equilibrium external position. What is external sector? External position or external sector, whatever it may be, there is balance of payment curve. All points on the BP curve indicates this balance of payment. At any point of BP curve will mean a balance of payment. Above the BP curve will mean a balance of payment which is in surplus. Here it is surplus. Our country is having lot of dollars. Okay, and below the BP curve the balance of payment is deficits. Okay, അപ്പോൾ ഇവിടെ എല്ലാം ഡെഫിസിറ്റ് ആയിരിക്കും. ഇവിടെ എല്ലാം ഡെഫിസിറ്റ് സിറ്റുവേഷനാണ്. ഇവിടെ ഇൻകം കൂടുതലാണ്, പക്ഷേ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇത്രയും ഡെഫിസിറ്റാണ്. ഇവിടെയോ സർപ്ലസാണ്. അപ്പോൾ ഈ പൊസിഷൻ നമ്മൾ ഓർക്കണം. ഇങ്ങനെ സർപ്ലസ് ഡെഫിസിറ്റ്. ഓക്കെ, പിടിയിട്ടില്ലോ. നൗ വി ആർ കമ്മിങ് ടു ദ നെക്സ്റ്റ്. ലെറ്റ് മി ഡിലീറ്റ് ദിസ്. ഓക്കെ, അപ്പോൾ സർപ്ലസ് ഡെഫിസിറ്റ് പിടിയിട്ടില്ലോ. Now capital mobility and the slope of the BP curve. The slope of the BP curve indicate the external capital. Higher the mobility, the flatter will be the curve. അത് ഭയങ്കര പ്രധാനപ്പെട്ട. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വിദേശങ്ങളിൽ ഇങ്ങോട്ട് വരിക പോവുക. അപ്പോൾ നമ്മൾ പറയാം ഇൻട്രസ്റ്റ് റേറ്റ് ഇത് ഹൈലി മൊബൈലാണ്, ഹൈലി പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ മൊബിലിറ്റി. അതിൻ്റെ ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അല്പം മാറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാറ്റം വരും. മനസ്സിലായല്ലോ? ഞാൻ മൊബിലിറ്റി കുറഞ്ഞ് നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് ഇതാണ് ഇൻകം. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയൊക്കെ ആണെങ്കിലും ഇതായിരിക്കും ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആയിട്ട് യാതൊരു ബന്ധമില്ല. ഈ ഇൻകത്തിലാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വലിബ്രിയം വരുന്നത്. മനസ്സിലായല്ലോ? യാതൊരു ഇൻട്രസ്റ്റ് റേറ്റിന് ചെറിയ മാറ്റം പോലും വരുത്താൻ പറ്റില്ല. ഇങ്ങോട്ട് ആ ഡയഗ്രം മാറ്റി വരയ്ക്കുകയാണ്. നമുക്ക് ആ ഡയഗ്രത്തിന് ഇച്ചിരി ഒരു മാറ്റം. ഇത് വേറൊരു ഡയഗ്രം ഉണ്ടോ? ഇൻട്രസ്റ്റ് റേറ്റ് മാറി ഇത്രയും കണ്ടു. സോറി കേട്ടോ. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങോട്ട് മാറി ഇത്രയും കണ്ട് മാറി. ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയും മാറ്റം അവിടെ ഇൻകം വന്നുള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയും കണ്ട് മാറി ഇത്രയും കണ്ട് മാറ്റം വന്നുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് മാറിയാൽ ഇൻകം ഒന്നും മാറുന്നില്ല, ലെസ് സെൻസിറ്റീവാണ്. അപ്പോൾ ഇച്ചിരി ഫ്ലാറ്ററാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് എന്താണ് അല്പം കൂടെ ഇലാസ്റ്റിക്കാണ്. ഇത് മനസ്സിലായല്ലോ? ഇത് ഭയങ്കര ഇലാസ്റ്റിക്കാണ്. ഇങ്ങനെ ഒരു സ്ലോപ്പിൻ്റെ ഒരു പൊസിഷൻ നമ്മൾ എന്തിൽ കാണണം? ബി പി കർവിന് കാണണം. ഇവിടെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. ഇവിടെ ക്യാപിറ്റൽ മൊബിലിറ്റി കുറവായതുകൊണ്ടാണ് സ്റ്റീപ്പായി പോയത്. ഇവിടെ ക്യാപിറ്റൽ മൊബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഭയങ്കരമായിട്ട് ക്യാപിറ്റൽ മൊബിലിറ്റി വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. അല്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ മതി, വിദേശത്ത് നിന്ന് ഇഷ്ടം പോലെ ഡോളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ മതി, ഉള്ള ഡോളറൊക്കെ അങ്ങോട്ട് പോകും. ഇവിടെ അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂട്ടിയാലും കുറച്ചാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഇവിടെ ഭയങ്കരമായിട്ട് മാറ്റം വരും. സോ യു ഷുഡ് അക്കോമഡേറ്റ്, ഷുഡ് അണ്ടർസ്റ്റാൻഡ് റാദർ ദി സ്ലോപ്പ് ഓർ ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ദി BP curve to understand and correlate it with the perfect the relative capital mobility. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരിക്കൽ ഇവിടെ ക്യാപിറ്റൽ മൊബിലിറ്റി ഇങ്ങോട്ട് പോകും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും.
ഇങ്ങോട്ട് വരുന്തോറും കൂടിക്കൊണ്ടിരിക്കും. സോ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്തോറും ക്യാപിറ്റൽ മൊബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ സ്ലോപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങോട്ട് പോകുന്നതല്ല, സ്ലോപ്പ് കൂടുന്തോറും എന്താണ് സ്റ്റീപ്പ് ആകും തോറും എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ മൊബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഫ്ലാറ്റ് ആകും തോറും ക്യാപിറ്റൽ മൊബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. ആ കാര്യം മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഡിലീറ്റ് ചെയ്തോട്ടെ. അവിടെ എവിടെ ഇട്ടില്ല. ക്യാപിറ്റൽ മൊബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മുടെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അതെങ്ങനെയാണ് ഈ ലൈനിലോട്ട് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലായത്. ഇനി നമ്മൾ ക്യാപിറ്റൽ മൊബിലിറ്റി നേച്ചർ ഓഫ് ദി എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ക്യാപിറ്റൽ മൊബിലിറ്റി, അതാണ് അടുത്ത ഭാഗം. ഇങ്ങനെ കുറേ ഇൻപുട്ടുകളുണ്ട്, ഇതുണ്ടെങ്കിൽ നമുക്ക് പിടികിട്ടും. ഇൻ്റഗ്രേഷൻ ഓഫ് ദി എക്സ്റ്റേണൽ സെക്ടർ ഇൻ ദി ISLM മോഡൽ thus has to consider the exchange rate system and the level of capital mobility. മനസ്സിലായി? ISLM മോഡലും ബി പിയും കൂടെ നമ്മൾ എക്സ്റ്റേണൽ സെക്ടർ ഇവിടെ ISLലൂടെ ബി പി കൂടുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ക്യാപിറ്റൽ മൊബിലിറ്റി എക്സ്ചേഞ്ച് റേറ്റ്സ് ക്യാപിറ്റൽ മൊബിലിറ്റി കൂടെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം കണക്ക്. ഹെൻസ് ദി ഫോളോയിങ് കോമ്പിനേഷൻസ് ഓഫ് കണ്ടീഷൻസ് ക്യാൻ ബി. നമ്മൾ പറയാം ചില കോമ്പിനേഷൻ ഇവിടെയാണ്. ഞാൻ വ്യൂ മോഡിലേക്ക് ഇടാം. സോറി, ഒരു സെക്കൻഡേ. ഓക്കെ, വ്യൂ മോഡിലേക്ക് റീഡ് മോഡിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന ടീം മോഡിലേക്ക് ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? ദ കോമ്പിനേഷൻ കണ്ടീഷൻസ് എന്താണെന്ന് നമുക്ക് പല കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടി വരും. ഒന്ന്, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഏതാണ്? ഫിക്സ്ഡ് ആണോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആണോ? ഫിക്സഡ്, ഫ്ലെക്സിബിൾ. ഓക്കെ, ദെൻ ക്യാപിറ്റൽ മൊബിലിറ്റി എങ്ങനെയുണ്ട്? ഇംപെർഫെക്റ്റ് ആണോ പെർഫെക്റ്റ് ആണോ? പെർഫെക്റ്റ് ഇതാണ് നമ്മൾ കണ്ടു. ഇംപെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കേണ്ടി വരും, ശരിയല്ലേ? അപ്പോൾ ഇനി അതുപോലെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച്, അവിടെ ഇംപെർഫെക്റ്റ് ആണോ പെർഫെക്റ്റ് ആണോ? ഓക്കെ, പിടിയിട്ടില്ലോ. ഇനി ഈ സിറ്റുവേഷൻ, ഈ കോമ്പിനേഷൻ അന്നേരം ഫിസ്ക്കൽ പോളിസി എങ്ങനെയായിരിക്കും? മോണിറ്ററി പോളിസി. ഈ കോമ്പിനേഷൻ അന്നേരം ഫിസ്ക്കൽ പോളിസി ആയിരിക്കും, മോണിറ്ററി പോളിസി ആയിരിക്കും. ഇനി ഈ കോമ്പിനേഷൻ അന്നേരം ഫിസ്ക്കൽ പോളിസി എങ്ങനെയായിരിക്കും? മോണിറ്ററി. ഈ കോമ്പിനേഷൻ ഫിസ്ക്കൽ പോളിസി ആയിരിക്കും. ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ നമുക്ക് നോക്കാം. ഇക്വിലിബ്രിയം ഇൻ ദി ഗുഡ്സ് മാർക്കറ്റ് and in the money market and balance of payment equilibrium. You know, the ISLM and BP curve shows the various combinations of interest rate and national income, which the goods market, the money market and the country's balance of payment respectively are in equilibrium. All are in equilibrium. The IS curve is negatively sloped because LM curve is positively sloped because then here we are having an equilibrium with the three markets having simultaneous equilibrium. Simultaneous equilibrium at point E. Here it is a BP curve, positive slope, relatively less steep അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ക്യാപിറ്റൽ, കുറച്ച് ക്യാപിറ്റൽ മൊബിലിറ്റി കുറവാണ്. ഇങ്ങനെ ഇപ്പോൾ ക്യാപിറ്റൽ മൊബിലിറ്റി ഒട്ടുമില്ല, ഇങ്ങനെ വരും. കൂടുതലുണ്ടെങ്കിലോ ഭയങ്കര ഉണ്ടെങ്കിലോ ഇത്രയും വരും. ഇത് അത്രയും കുറച്ചുണ്ടെങ്കിൽ ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റിയാണ്. ആ ലൈൻ കണ്ടാൽ തന്നെ അറിയാം. ഡിലീറ്റ് ചെയ്യട്ടെ, ഡിലീറ്റ് ചെയ്ത് ഓക്കെ, റീഡ് മോഡ്. ഓക്കെ, ദിസ് ഈസ് ദ LM കാർ, ദിസ് ഈസ് ദ IS കാർ. ഇതൊന്നും പുതിയതല്ല, നമ്മൾ പഠിച്ചതാണ്. ഇനി ത്രൂ ഔട്ട് ഈ ഡയഗ്രത്തിലെ ഇനി നമ്മൾ പഠിക്കാൻ ഈ ക്ലാസ്സിലെ BP കാറിന് പച്ച ലൈന് പച്ച കളറായിരിക്കും കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ നീല വരച്ചിട്ടുണ്ട്, കറുപ്പായിട്ട് തോന്നുമെങ്കിലും ചിലയിടത്തൊക്കെ കളർ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അന്നേരം കളർ മനസ്സിൽ കൊടുത്തേക്കണം. ഇത് റെഡ് ആട്ടോ, റെഡ് LM കാറിന് റെഡാണ്. സോ അറ്റ് പോയിന്റ് the nation is in equilibrium with respect to all three markets, the money market, the goods market and the external sector. Okay, then here any change in the equilibrium position can be directed by എന്തെങ്കിലും ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരുവാണെങ്കിൽ ഫിസ്ക്കൽ മോണിറ്ററി പോളിസി നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ, while considering the equilibrium in the three markets, we should remember that there is different possibilities or the combinations with fixed and flexible exchange rate system with perfect and imperfect capital mobility. Fixed exchange rate system, flexible exchange rate system. How it combines this, how it combines this, how it combines this combined with this combined with this. Okay, so there can be different combinations, and in all these combinations how effective is the fiscal policy and how effective is the monetary policy. So that is what we are going to study. And first situation we are considering A is stand for fixed exchange system. നമ്മൾ ഓർഡറിലായിട്ടങ്ങ് പഠിച്ചാലേ നമുക്ക് മനസ്സിൽ കയറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഇതാന്ന് തോന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൺഫ്യൂഷൻ അടിച്ചു. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർപ്പിച്ചോട്ടെ. ഈ A എന്ന് പറയുന്നിടത്ത് നമ്മൾ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം, B എന്ന് പറയുന്നിടത്ത് എന്തായിരിക്കും? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റം ഓർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് സിസ്റ്റം. Aക്കകത്ത് തന്നെ നമ്മൾ എന്താണ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി, ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ പഠിക്കും? എഫക്റ്റീവ്നെസ് ഓഫ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി വിത്ത് വേരിയിങ് ക്യാപിറ്റൽ മൊബിലിറ്റി, പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ്. ഓക്കെ, here we are examining effective fiscal policy or internal external balance under fixed exchange system. Remember what we should remember:
that the exchange rate is fixed at this rate. Suppose it is 75 rupees is equal to $1. അവിടെ ഫിക്സ്ഡാണ്. അതിൻ്റെ അർത്ഥം അവിടെ സെൻട്രൽ ബാങ്ക് ഉണ്ട്. മനസ്സിലായല്ലോ? സെൻട്രൽ ബാങ്ക് ഇടപെടും, ഡോളർ വിൽക്കും, ഡോളർ വാങ്ങും. ഫ്ലോട്ടിങ്ങിൽ ഇതൊന്നുമില്ല. ഇതാണ് ഫിക്സ്ഡ്. നിങ്ങൾ വിചാരിക്കേണ്ട ഒരേ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിൽ സെൻട്രൽ ബാങ്ക് ഉണ്ട്. സെൻട്രൽ ബാങ്ക് കറൻസി വിൽക്കും, കറൻസി വാങ്ങിക്കും. എപ്പോഴാണ് കറൻസി വിൽക്കുന്നത്? ഡിപ്രീസിയേഷൻ വരുമ്പം കറൻസിയുടെ വില 60 75 പോകുമ്പം കറൻസിയുടെ വില ഇടിയും. അപ്പോൾ സെൻട്രൽ ബാങ്ക് കറൻസി വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഏത് കറൻസി? ഫോറിൻ കറൻസി വിൽക്കും. അതാണ് നമ്മൾ കറൻസി എന്ന് മിക്കവാറും പറയുന്നത് ഫോറിൻ കറൻസിയെ കുറിച്ചാണ് കേട്ടോ. ഫോറിൻ കറൻസി വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഡൊമസ്റ്റിക് കറൻസി പകരം മേടിക്കും. അപ്പോൾ ഡൊമസ്റ്റിക് കറൻസിയുടെ സപ്ലൈ കുറയും. അല്ലെങ്കിൽ എല്ലാം കർവ്, ഇതിലെല്ലാം കർവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇക്കാര്യം നമ്മുടെ അപ്പോൾ ഈ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ സെൻട്രൽ ബാങ്ക് ഉണ്ടെന്ന് അതിനർത്ഥം. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളേ ഇല്ല. അതാണ് ഫ്ലിക്സ്ഡും ഫ്ലെക്സിബിൾ എന്നുള്ള വ്യത്യാസം. അതാണ് നമ്മളത് മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വന്നാലേ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്നായിട്ട് പിടികിട്ടുള്ളൂ. ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാരി ഓൺ ചെയ്യാം. ഓക്കെ, റൈറ്റ്, ഡിലീറ്റഡ്, ബി മോഡിലിടാം, റീഡ് മോഡിലിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെ സെൻട്രൽ ബാങ്ക് ഉണ്ട്, അപ്രീസിയേഷനുണ്ട്, ഡിപ്രീസിയേഷൻ. ഈ സമയത്ത് എന്തുവരും സെൻട്രൽ ബാങ്ക് ഇടപെടും. ഓക്കെ, അന്നേരം ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി എത്ര എഫക്റ്റീവാണ്? പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ഉള്ളപ്പോൾ, ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ഉള്ളപ്പോൾ, ബി പി കർവിൻ്റെ ഷേപ്പാണ്. ഓക്കെ, അത് നമ്മൾ പഠിക്കാം. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം വിത്ത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. അപ്പോൾ അവിടെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ഡയഗ്രം എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും. ബി പി കർവിൻ്റെ ഷേപ്പ് ഇതായിരിക്കും അല്ലേ? അതല്ലേ നമ്മളെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു ബി പി കർവ് ഗിവണം, പെർഫെക്റ്റ് ക്യാപിറ്റൽ ഇതുണ്ടോ? ഇതായിരിക്കും ബി പി കർവിൻ്റെ ഷേപ്പ്. അതാണ് നമുക്കിവിടെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി പ്രത്യേകത. Then perfect capital. Here the exchange rate is fixed, whereas capital mobility is perfect. There is no restriction for capital movement. വിദേശികൾക്ക് എത്ര വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് എത്ര വേണമെങ്കിൽ വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും പൈസ തിരിച്ചുണ്ടാവും. ഇത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി എന്ന് പറയും. ഓക്കെ, നൗ എഫക്റ്റ് ഓൺ മോണിറ്ററി പോളിസി. വാട്ട് വിൽ ബി ദ എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി? റാദർ ഇറ്റ് ഈസ് എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി. 1 second. നമ്മൾ പറഞ്ഞ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റിയെക്കുറിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ ഈ കോമ്പിനേഷൻ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വിത്ത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബി പി ലൈൻ ഇതാണെന്ന് നമുക്ക് പിടിക്കണം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവ് ലൈൻ ഇതാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈനാണ്. ഓക്കെ, സോ ദി ഫോറിൻ ക്യാപിറ്റൽ ഈസ് ഹൈലി സെൻസിറ്റീവ് ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഹൗ എഫക്റ്റീവ് വിൽ ബി ദ മോണിറ്ററി പോളിസി? റിമെമ്പർ ദർ ഇസ് എ സെൻട്രൽ ബാങ്ക്. നോ, സെൻട്രൽ ബാങ്ക് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഫോറക്സ് മാർക്കറ്റിൽ സെൻട്രൽ ബാങ്ക് ഇടപെടുമെന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? വേറെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റം സെൻട്രൽ ബാങ്ക് ഒരു കാരണവശാലും ഇടപെടുക. നൗ മോണിറ്ററി പോളിസി ഇൻ്റർവെൻഷൻ അണ്ടർ ദ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വിത്ത് പെർഫെക്റ്റ് ക്യാപിറ്റൽ ഡസൻറ്റ് ക്രിയേറ്റ് എനി എഫക്റ്റ്. നമ്മൾ തുടക്കം ഒരു എഫക്റ്റും ഉണ്ടാക്കില്ല ഇവിടെ. മനസ്സിലായല്ലോ? നമ്മൾ ചുമ്മാ തുടക്കത്തിൽ അതങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം വിത്ത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി നോട്ട് എഫക്റ്റ്. കാര്യം അവിടെ പറയുന്നത്. ഓക്കെ, then we are going to see how this happen. Or another is monetary policy ineffective under fixed rate when there is perfect capital. We are examining this fact in the following way. Okay, so ഇവിടെ നമ്മൾ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ മോണിറ്ററി പോളിസി ഉപയോഗിക്കുക. മോണിറ്ററി പോളിസി ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് മാറ്റം എല്ലാം കർവ്. നമ്മൾ മണി സപ്ലൈ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ഇതെല്ലാം കർവാണെങ്കിൽ എന്നാ അറിയോ? ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ഒരു കർവിൽ ഇത്രയും ഉണ്ടോ? ഇൻകം ഇങ്ങോട്ട് കൂടും, അല്ലെങ്കിൽ മണി സപ്ലൈ കൂടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങോട്ടുള്ള വരവാണ് LM1, LM2 കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. നമ്മളെ ഉദ്ദേശം എന്താ? നമ്മളിവിടെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത് ഓർത്തിരുന്ന് എഴുതുമ്പോൾ എന്താണ് ആദ്യം ഓർക്കേണ്ടത്? നമ്മൾ ഈ ഡയഗ്രം എല്ലാം നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ മോണിറ്ററി പോളിസി ഉപയോഗിക്കുക. അപ്പോൾ ഏത് ലൈനായിരിക്കും ആദ്യം ഷിഫ്റ്റ് ചെയ്യുന്നത്? എല്ലാം കർവായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. എക്സ്പാൻഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ലോജിക്കലായിട്ട് ഓർത്തിരിക്കുമെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് ഭയങ്കര ഈസിയാണ്. ഡാൻസിൻ്റെ അകത്ത് സ്റ്റെപ്പ്, പാടിൻ്റെ സ്റ്റെപ്പൊക്കെ പോലെ ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് എന്താണെന്നറിയോ? നമുക്ക് എല്ലാം കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. കാരണം എന്താ? മണി സപ്ലൈ കൂട്ടുക. മണി സപ്ലൈ ഇവിടെയാണ്. കൂട്ടുമ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഡൗൺ വേർഡ് ഷിഫ്റ്റ് ചെയ്തു. മനസ്സിലായോ? താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് താഴോട്ട് ചെയ്യുമ്പോൾ ഒറിജിനൽ ഇക്വിലിബ്രിയം E0 E2 അല്ല കേട്ടോ. E2 നമ്മൾ പിന്നീട് രണ്ടാമതൊരു പേര് കൊടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ E0 എന്ന് E1 വന്നു. എല്ലാം കാർവ്, പുതിയ IS കാർവ് ഇതാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത അറിയാം? ഒരു സെക്കൻഡ്, സോറി. ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ബാക്കിയും കൂടെ വായിക്കാം. സോറി, ക്യാൻസൽ. ഓക്കെ, ഇറ്റ് വിൽ ഷിഫ്റ്റ് ഫ്രം LM to LM dash or LM1. ഓക്കെ, LM dash അവിടെ, വിച്ച് ചേഞ്ചസ് ദി ഇക്വിലിബ്രിയം ഫ്രം പോയിൻറ്റ് E0 to E1. റിമെമ്പർ ദ ഫസ്റ്റ് ഇമ്പാക്റ്റ് ഈസ് ക്യാൻസൽ. ഫസ്റ്റ് ഇമ്പാക്റ്റ് ഈസ് നമ്മൾ ഫസ്റ്റ്
ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മണി സപ്ലൈ എക്സ്പാൻഡ് ചെയ്തു, എല്ലാം കർ താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, നൗ ഹവർ സിൻസ് ദി ഇക്വിലിബ്രിയം ഒക്കേഴ്സ് ബിലോ ദി ബി പി കർവ്. അപ്പോൾ ഇക്വിലിബ്രിയം ഈ E0 ആണ് ഒറിജിനൽ ഇക്വിലിബ്രിയം, E1ലേക്കാണ് നമ്മൾ വന്നത്, അത് ബി പി കർവിന് താഴെ. അപ്പം ഡെഫിസിറ്റ് ആയിരിക്കും സർപ്ലസ് ആയിരിക്കും? ഡെഫിസിറ്റ് ആയിരിക്കും അല്ലേ, ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പോൾ ഡെഫിസിറ്റ് ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? കറൻസിക്ക് ഭയങ്കര, അപ്പോൾ ആ ഡോളർ ആവശ്യമാണ്, ശരിയല്ലേ? ഡോളർ ആവശ്യമാണ്. അപ്പോൾ ഡോളർ ആവശ്യമുള്ളപ്പം ഡോളർ എങ്ങനെയെങ്കിലും അവിടെ കൊടുത്തേ പറ്റും, കാരണം ഡോളർ ആവശ്യം ഡെഫിസിറ്റാണ്. അപ്പോൾ എന്തെന്നറിയോ, ഈ ഡോളർ സെൻട്രൽ ബാങ്ക് കൊണ്ട് മാർക്കറ്റിൽ വിൽക്കും. എന്ത് കൊടുക്കും? ഡോളർ വിൽക്കും. ഡോളർ വിൽക്കുക. ഡോളർ വിൽക്കുമ്പോൾ പകരം എന്തെങ്കിലും മേടിക്കണ്ടേ? എന്ത് മേടിക്കും? റുപ്പി മേടിക്കും, ശരിയല്ലേ? രൂപ മേടിക്കുമ്പോൾ രൂപ സെൻട്രൽ ബാങ്കിൻ്റെ ആയി സിസ്റ്റത്തിൽ ഇല്ലെന്നായിപ്പോയി. അത് നമ്മളെങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? എല്ലാം കയറി മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മണി സപ്ലൈ മണി ഡിമാൻഡ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു പോയി. ചേഞ്ച് ടു മനസ്സിലായല്ലോ? 1നും 2നും ഈ ആരോഗ്യം ഞാൻ കൃത്യം കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് മനസ്സിലുണ്ടായിരിക്കണം. ഈ കോൺസെപ്റ്റ് ഇപ്പോൾ ത്രൂ ഔട്ട് ഈ ക്ലാസ് പഠിക്കുമ്പോൾ 1ഉം 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഇട്ടേക്കുന്ന. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ, മണി സപ്ലൈ കൂട്ടി. അപ്പോൾ എന്ത്, ഡെഫിസിറ്റ് വന്നു, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് വന്നപ്പോഴത്തേക്കും കൂടുതൽ ഡോളർ സെൻട്രൽ ബാങ്ക് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. അപ്പം സെൻട്രൽ ബാങ്ക് അവിടെ ഉണ്ട്. ഇതാണ് വ്യത്യാസം. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അവിടെ സെൻട്രൽ ബാങ്ക് ഉണ്ട്. സെൻട്രൽ ബാങ്ക് സഹിക്കുമില്ല. സെൻട്രൽ ബാങ്ക് ഡോളർ സപ്ലൈ ചെയ്യുമ്പോൾ വെറുതെ കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കണം, അല്ല പകരം രൂപ മേടിക്കുമ്പോൾ രൂപയെല്ലാം സെൻട്രൽ ബാങ്കിൻ്റെ അടുത്തേക്ക് പോകും. ഇക്കോണമി രൂപ കുറയും. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? മണി സപ്ലൈ കുറയുന്നു. മണി സപ്ലൈ കുറയുമ്പോൾ എങ്ങോട്ടാണ്? എല്ലാം കയറ് എന്ത് മാറ്റം നമ്മൾ കാണിക്കുന്നത്? ഏത് കർവാണ് മാറുന്നത്? എല്ലാം കയറ് മുകളിലേക്ക് മാറും. മുകളിലേക്കെന്നല്ല, ലെഫ്റ്റോട് ഷിഫ്റ്റ് ചെയ്യും. എനി ലെഫ്റ്റോട് ഷിഫ്റ്റിൻ്റെ എല്ലാം കർവ് ഇൻഡിക്കേറ്റ് ഡിക്രീസ് ഇൻ മണി സപ്ലൈ. എനി റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഷോസ് an increase in money supply. Okay, so that is the significant, the way in which an LM curve shifts in accordance with the increase in money supply and decrease in money supply. ഈ ഡിക്രീസ് ഇൻ മണി സപ്ലൈ എങ്ങനെയാണ് വന്നത്? സെൻട്രൽ ബാങ്ക് കൊണ്ട് ഡോളർ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഡോളർ ഇല്ലാത്തതുകൊണ്ട് ഡോളർ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഡോളർ ഇല്ലാത്തതുകൊണ്ട് ഡോളർ വിറ്റിപ്പം പകരം എന്ത് മേടിച്ചു? രൂപ മേടിച്ചു. അങ്ങനെ രൂപ മേടിച്ചപ്പോഴാണ് ഇതിങ്ങോട്ട് രൂപയുടെ സപ്ലൈ കുറഞ്ഞു, എല്ലാം കയറും മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇക്വിലിബ്രിയം എങ്ങോട്ട് പോയി? E0ലേക്ക് തന്നെ തിരിച്ചു പോയി, അല്ലെങ്കിൽ E2 നമ്മളതിന് വേറൊരു പേര് വിളിക്കുക. അപ്പോൾ ഇവിടെ മണി സപ്ലൈ ആദ്യം കൂട്ടിയതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഇല്ല. മണി സപ്ലൈ ഓർ മോണിറ്ററി പോളിസി ബിക്കം ineffective when you are having a fixed exchange rate system along with the perfect capital mobility. This is first conclusion we deducted. Okay, our condition is that there is an fixed exchange rate system, there is active presence of the central bank. Whenever some deficit comes, central bank intervenes. That is the significance of central bank. Central bank എല്ലായിടത്തും ഉണ്ട്. ഇവിടെ സെൻട്രൽ ബാങ്ക് ഇടപെടുന്ന ഇവിടെ നമ്മുടെ ഡെഫിസിറ്റ് വന്ന സെൻട്രൽ ബാങ്ക് എക്സ്റ്റേണൽ സെക്ടർ ഡെഫിസിറ്റ് സെൻട്രൽ ബാങ്ക് ഇടപെടും. Similarly, there is perfect capital mobility. This is the line that shows perfect capital mobility. ഇനി നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തേക്കും കൂടെ നോക്കാം. An expansionary monetary policy will shift the LM curve to LM dash. ഡിലീറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം സെക്കൻഡ് ഡിലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഇതിലേക്കാണ് എല്ലാം ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിടി കിട്ടിയല്ലോ, എല്ലാം ഡാഷ്. ദെൻ എല്ലാം ഡാഷ് വിച്ച് ചേഞ്ചസ് ദ ഇക്വിലിബ്രിയം ഫ്രം പോയിന്റ് E0 to E1. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് നടക്കുള്ളൂ, ഓർത്തേക്കണം. ഓക്കെ, ഹൗവർ ദിസ് ഇൻസ് ദി ഇക്വിലിബ്രിയം ഒക്കേഴ്സ് ബിലോ ബി പി കർവ്. ദി ഇക്കോണമി ഈസ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ്. ഇവിടെ ഇക്വിലിബ്രിയം അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഡെഫിസിറ്റ് ആയിരിക്കും. ഓൾ പോയിന്റ്സ് ബിലോ ദിസ് ബി പി ദർ ഇസ് ഡെഫിസിറ്റ്. ഹിയർ ഇറ്റ് ഈസ് സർപ്ലസ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ്. ഓക്കെ, നൗ then given the exchange rate is fixed, the central bank makes intervention. സെൻട്രൽ ബാങ്ക് അവിടെ വരിക. കാരണം എന്താ? ഡെഫിസിറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും? സെൻട്രൽ ബാങ്ക് കുറേ ഡോളർ കൊടുക്കണം. ഹിയർ ഇൻ ദി കോൺസ്റ്റന്റ് ബാലൻസ് ഡെഫിസിറ്റ്, സെൻട്രൽ ബാങ്ക് വിൽ പർച്ചേസ് ഡൊമസ്റ്റിക് കറൻസി ആൻഡ് സെൽ ഫോറിൻ കറൻസി. Actually it sell foreign currency. In that process it purchase domestic currency. This purchase domestic currency will bring down the money supply and hence the LM curve will shift back to LM. അപ്പോൾ LM ഡാഷ് മണി സപ്ലൈ കൂടിയാൽ തിരിച്ചങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. തിരിച്ചങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. And the original equilibrium E2 is established. E2 or E0, whatever, maybe E0 എന്നോ E2 എന്നോ ഞാനത് എഴുതി വെച്ചപ്പോൾ മാറിപ്പോയതാണ്. E0 എന്ന് മാത്രം മതിയായിരുന്നു. അങ്ങോട്ട് തിരിച്ചു പോയി. അതുകൊണ്ട് മോണിറ്ററി പോളിസി ആദ്യം എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വല്ല ഗുണം ഉണ്ടായോ? ഒരു ഗുണം ഉണ്ടായില്ല. മോണിറ്ററി പോളിസി become ineffective when there is a fixed exchange system coupled with the perfect capital. Now we are coming to second instrument, that is a fiscal policy. How effective it is? An expansionary fiscal policy will shift the IS curve to IS dash. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് sorry okay, this is the IS curve. We are not dealing with LM curve, we are dealing with the IS curve. That is the first move, because we are dealing with fiscal policy. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനെ ISനെ ടച്ച്. when you are dealing with the monetary policy you have to touch the LM. മനസ്സിലായല്ലോ? ബേസിക് ആയിട്ട് ഈ ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. സോ
ഹിയർ ഇറ്റ് ഈസ് ദ പോയിൻറ്റ് E0. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മണി സപ്ലൈ എക്സ്പാൻഡ് ചെയ്തു. സോറി, മണി സപ്ലൈ അല്ല കേട്ടോ, ഗവൺമെൻറ് എന്ത് ചെയ്തു? ഫിസിക്കൽ പോളിസിയിൽ കൂടുതൽ എക്സ്പെൻഡിച്ചർ നടത്തി. അപ്പം പുതിയൊരു ഇക്വിലിബ്രിയം വരിക E1. ഓക്കെ, സോറി. അപ്പോൾ ഈ E1 പഴയ LMൻ്റെ കൂടെ കേട്ടോ, LMഉം ISഉം ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ ആയിരുന്നു ഇക്വിലിബ്രിയം. E0 E1 പോയി. BP നമ്മൾ നോക്കണ്ട, BP കൂട്ടിമുട്ടിയൊന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? E1 as a result, the economy is having a balance of payment surplus. ഇവിടെയാണല്ലോ അതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത്. നമുക്കതിൻ്റെ ക്ലൂ ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ പോയിന്റിൽ E1 എന്താ സംഭവിക്കുന്നത്? ദർ ഈസ് BP സർപ്ലസ്. ശരിയല്ലേ? എന്താണ് BP സർപ്ലസ് അല്ലേ? അതെ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസ്. കാരണം എന്താ? കൂടുതൽ ഡോളറുണ്ട്. അപ്പോൾ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? ഡോളർ പോയി മേടിക്കും. ശരിയല്ലേ? സെൻട്രൽ ബാങ്ക് അവിടെയുണ്ട്. കാരണം നമ്മൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഓടിപ്പോയി ഡോളർ മിച്ചം വന്ന് മേടിക്കും. ആണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ്ഡാണ്, 75 നിർത്തണം. അപ്പോൾ എന്ത് സംഭവിക്കുക? ഡോളർ മേടിച്ചു, മിച്ചം ഡോളർ ഉള്ളതുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. ഇവിടെ സർപ്ലസ് ആണ്, മിച്ചം ഡോളർ ഇക്കോണമി. ആ ഡോളറിലേക്ക് സെൻട്രൽ ബാങ്ക് മേടിച്ചപ്പോൾ എന്ത് കൊടുത്തു? രൂപ കൊടുത്തു. അപ്പോൾ രൂപ എങ്ങോട്ട് പോയി? സിസ്റ്റത്തിലേക്ക് പോയി. രൂപയെ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? മണി സപ്ലൈ കൂടും അല്ലേ? അങ്ങനെയാണല്ലോ, സെൻട്രൽ ബാങ്ക് രൂപ കൊടുക്കുക ചെയ്ത്. അപ്പം മണി സപ്ലൈ കൂടുക. അപ്പോൾ എല്ലാം കയറി ഷിഫ്റ്റ് ചെയ്യും. ഇതുണ്ടോ താഴോട്ട് രണ്ടാമതായിട്ട് കാണിച്ചിരിക്കുന്നത്? എല്ലാം കയറി ഷിഫ്റ്റ് ചെയ്യും, താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. മണി സപ്ലൈ കൂടി എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാം കയറി ഷിഫ്റ്റ് ചെയ്യും. പുതിയ ഇക്വിലിബ്രിയം ഏത്? E2. വേർ യു ആർ ഹാവിങ് ഇക്വിലിബ്രിയം ദി 3 മാർക്കറ്റ്സ്, ദി ഗുഡ്സ് മാർക്കറ്റ്, ദി മണി മാർക്കറ്റ് ആൻഡ് ദി എക്സ്റ്റേണൽ മാർക്കറ്റ്. സോ ഈ നെറ്റായിട്ട് എന്താ സംഭവിച്ചു നോക്കി? ഇൻകം കൂടി. ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്തു സംഭവിച്ചു? സെൻട്രൽ ബാങ്ക് ഗവൺമെൻറ് ഫിസിക്കൽ പോളിസി വഴി കൂടുതൽ എക്സ്പെൻഡിച്ചർ നടത്തിയപ്പോൾ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു? ശരിക്കും ഇക്കോണമിയിലെ ഏറ്റവും അവസാനം എന്തുകൂടി? ഇൻകം കൂടി. സോ ഫിസിക്കൽ പോളിസി ഈസ് വാട്ട് വി ക്യാൻ സേ എഫക്റ്റീവ്. ഫിസിക്കൽ പോളിസി ബിക്കംസ് എഫക്റ്റീവ്. Fiscal policy becomes effective when you are having a fixed exchange rate system accompanied by perfect capital mobility. ഓക്കെ, പിടികിട്ടിയല്ലോ? യാതൊരു പ്രശ്നമില്ല. അത്രയും കാര്യങ്ങൾ പിടികിട്ടാൻ ഒരു പ്രശ്നമില്ലെന്ന് എൻ്റെ വിശ്വാസം കേട്ടോ. സോ കാര്യങ്ങളൊന്നുകൂടെ ഇവിടെ റീഇൻട്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആംഗിൾ പറയാം. ഡിലീറ്റ് ആവട്ടെ. നമ്മൾ ആദ്യം എവിടെയാണ് മാറ്റം വരുന്നത്? ഫിസിക്കൽ പോളിസിയിൽ നമ്മളിവിടെ മാറ്റം വരും. അപ്പോൾ നമ്മുടെ കർവ് ഏതായിരിക്കും? ഫസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന ഫിസിക്കൽ പോളിസി എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് IS കർവ് പോവുക. അപ്പോൾ നമ്മൾ ആദ്യം IS കർവിനെ കുറിച്ച് പറയേണ്ടത് ദ 1 ഇവിടെ രേഖപ്പെടുത്തി. ശരിയല്ലേ? ഇവിടെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ മോണിറ്ററി പോളിസി ആണെങ്കിലോ എല്ലാം കയറി ഇങ്ങോട്ട് പോകുമായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്ന ഫിസിക്കൽ പോളിസി ആണ് ഫസ്റ്റ് അവിടെ. ഇനി അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെക്കൻഡായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന നോക്കേണ്ടതുണ്ടല്ലോ. ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എവിടെയാണ്? ബാലൻസ് പേയ്മെൻറ്റ് ഇവിടെ സർപ്ലസ് ആണ്. ഇവിടെ ആരെങ്കിലും ഡെഫിസിറ്റാണ്, ഇവിടെ സർപ്ലസ് ആണ്. അപ്പോൾ ആര് വന്നു? സെൻട്രൽ ബാങ്ക് വന്നു. കാരണം എന്താ? നമ്മൾ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ്. ശരിയല്ലേ? സെൻട്രൽ ബാങ്ക് വന്നു, എന്ത് മേടിച്ചു? ഡോളർ മേടിച്ചു. കാരണം എന്താ? ഡോളർ മിച്ചം, സർപ്ലസും ഡോളർ മിച്ചം. ഡെഫിസിറ്റ് ഞാൻ ഡോളറില്ല. ശരിയല്ലേ? അപ്പോൾ ഡോളർ മേടിച്ചപ്പോൾ എന്ത് ചെയ്തു? രൂപ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? എല്ലാം കയറി ഷിഫ്റ്റ് ചെയ്തു, ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവസാനം ഇക്വിലിബ്രിയം വന്നു. അപ്പോൾ നമുക്ക് ഇൻകം കൂടി. അപ്പോൾ നമ്മൾ പറയാം എന്താണ്? ഫിസിക്കൽ പോളിസി എഫക്റ്റീവ് ആണെന്ന് പറയാം. ശരിയല്ലേ? ഇതാണ് എൻ്റെ ഒരു മെത്തേഡ്. ഫസ്റ്റ് ഫിസിക്കൽ പോളിസി ഉപയോഗിക്കുന്നത് IS കർവ് ഷിഫ്റ്റ് ചെയ്യും. ഫസ്റ്റ് മോണിറ്ററി പോളിസി ഉപയോഗിക്കുന്നത് നമ്മൾ മോണിറ്ററി പോളിസിയെക്കുറിച്ച് പഠിക്കുന്നതെങ്കിൽ നമ്മൾ മോണിറ്ററി പോളിസി ഉപയോഗിക്കാൻ നേരം എല്ലാം കയറി ഷിഫ്റ്റ് ചെയ്യും. ആ രീതിയിൽ അത് മനസ്സിലാക്കിക്കണം. ഓക്കെ, ക്യാൻസൽ കൊടുത്ത് ഡിലീറ്റും കൂടെ കൊടുത്ത് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോറി, ഇത് അതേ ഡയഗ്രം തന്നെയാണ് കേട്ടോ, ബോക്സ് തന്നെയാണ് കേട്ടോ. ദെൻ ഫിക്സഡ് എക്സ്ചേഞ്ച് ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. നമ്മൾ ഇതുവരെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ബോത്ത് ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസി എങ്ങനെ വർക്ക് ചെയ്യുന്ന. ഓക്കെ, നൗ ആൻ എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസിയിൽ എന്ത് ചെയ്യും? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയിലാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഏത്? എല്ലാം കർവ്. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി വിൽ ഷിഫ്റ്റ് എല്ലാം കർവ് എല്ലാം 1 ആട്ടോ. ഇവിടെ ഞാൻ ഡാഷ് ആയിരുന്നു, ശരിക്കും 1 ഇട്ടാൽ മതി. ഓക്കെ, എല്ലാം 1. ഓക്കെ, E0 to E1 ഇക്വിലിബ്രിയം പോവാം. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഡെഫിസിറ്റ് ആയിരിക്കും. ശരിയല്ലേ? ഡെഫിസിറ്റ് ആയിരിക്കും. അവർ സിൻസ് ന്യൂ ഇക്വിലിബ്രിയം ബിലോ ദർ വിൽ ബി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് വരുമ്പോൾ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? ഡോളർ വിൽക്കുമ്പം പകരം എന്ത് ചെയ്തു? രൂപ മേടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാം കയറി മുകളിലേക്ക് പോകും. ശരിയല്ലേ? എല്ലാം കയറി മുകളിലേക്ക് പോകും, പഴയ ഇക്വിലിബ്രിയത്തിലേക്ക് വരിക. അപ്പോൾ ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റിയിലും എന്ത് എഫക്റ്റീവ് അല്ല? മോണിറ്ററി പോളിസി എഫക്റ്റീവ് അല്ല, ഇൻകം കൂടിയില്ല. അതുപോലെ തന്നെ പഴയ കാലത്തപ്പോൾ നിൽക്കുക. ഓക്കെ, ആസ് ദർ ഇസ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, സെൻട്രൽ ബാങ്ക് വിൽ മേക്ക് ഇൻ്റർവെൻഷൻസ് പർച്ചേസിംഗ് ഡൊമസ്റ്റിക് selling foreign currency. This will bring down the money supply and therefore the LNR will shift back to original position E0. Here the monetary policy has failed to create any effect in the context of imperfect capital. So in the context of both
imperfect and perfect capital mobility. Perfect capital. The monetary policy is ineffective. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയല്ലോ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഫിസിക്കൽ പോളിസിയുടെ എഫക്റ്റീവ്നെസ് ആണ്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഷിഫ്റ്റ് ചെയ്യേണ്ടത്? ISR മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. കണ്ടോ, ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർപ്ലസ് വരും. സർപ്ലസ് വരുമ്പോൾ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? ഡോളർ മേടിക്കുമ്പോൾ എന്ത് ചെയ്യും? മണി സപ്ലൈ എക്സ്പാൻഡ് ചെയ്യും. ഇതുകൊണ്ട് എല്ലാം കറോ താഴോട്ട് വരും. പുതിയൊരു ഇക്വിലിബ്രിയം വരും. E2 പഴയ കേസിൽ പോലെ ഇത് രണ്ട് ഇതൊന്ന് മനസ്സിലായാലോ. ഫിസിക്കൽ പോളിസി വഴി സെൻട്രൽ ബാങ്ക് ഗവൺമെൻറ് എന്ത് ചെയ്തു? എക്സ്പെൻഡിച്ചർ കൂട്ടി. അപ്പോൾ പുതിയൊരു ഇക്വിലിബ്രിയം വന്നു. E1 വന്നു. E1 എന്താ സംഭവിക്കുന്നത്? സർപ്ലസ് ആണ്, BP സർപ്ലസ് ആണ്. അപ്പോൾ BP സർപ്ലസ് RB പോയി ഡോളർ മേടിക്കും. ഡോളറിന് പകരം എന്ത് ചെയ്യും? രൂപ കൊടുക്കുമ്പോൾ മണി സപ്ലൈ കൂടുമ്പോൾ എല്ലാം കറത്തായിട്ട് വരും. പുതിയൊരു ഇക്വിലിബ്രിയം E2. മനസ്സിലായല്ലോ. സോ മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി ഈസ് എഫക്റ്റീവ് ബിക്കോസ് യു ആർ ഹാവിങ് എ ന്യൂ ഇൻകം, ഹയർ ലെവൽ ഓഫ് ഇൻകം. നേരത്തെ ഇത്ര ഇൻകം ഉള്ളായിരുന്നു, high level of income. So you conclude that fiscal policy is effective. Central bank will buy dollars and the result money supply will increase. Any increase in money supply will represented by a rightward shift in the what we can say the LM curve. Okay, so monetary policy is effective. Its effectiveness increases the increase in capital mobility. Now, so that is all about the effectiveness of fiscal and monetary policies under fixed exchange rate system. എന്താണ്? fixed. Now we are coming to the second type of exchange rate system, which is called the flexible exchange rate system. Effectiveness of fiscal and monetary policies with varying capital mobility. Perfect capital mobility, imperfect capital mobility. Flexible exchange rate system നമ്മൾ കാണാം. Perfect capital mobility ഇതാണ്, കണ്ടല്ലോ. ഓക്കെ, പെർഫെക്റ്റ് ക്യാപിറ്റൽ മോബിലിറ്റി. ഇവിടെ ഫ്ലെക്സിബിൾ അവിടെയാണ് എൻ്റെ ഒരു പ്രത്യേകത. ഫ്ലെക്സിബിൾ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നുള്ളതാണ്. അവിടെ സെൻട്രൽ ബാങ്ക് ഇല്ല. സെൻട്രൽ ബാങ്ക് ഉണ്ടെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇടപെടുന്നില്ല. സോ ഹിയർ ആൻ എക്സ്പാൻഷൻ മോണിറ്ററി പോളിസി വിൽ ഷിഫ്റ്റ് എല്ലാം കാർ. മോണിറ്ററി പോളിസിയാണ് എല്ലാം കാർ. മോണിറ്ററി പോളിസി അപ്പോൾ എല്ലാം കാർ ഷിഫ്റ്റ് ചെയ്യുക താഴോട്ട്. ഒന്നും നമ്മൾ കൊടുത്തു, മനസ്സിലായി. E1 വന്നു. E1 വരുമ്പോൾ എന്ത് സംഭവിക്കും? ഡെഫിസിറ്റാണ്, ശരിയല്ലേ? ഡെഫിസിറ്റ് വരുമ്പോൾ അവിടെ എന്തായിരിക്കും? കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും, ശരിയല്ലേ? കാരണം എന്താ? ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. കാരണം ഞാൻ പറഞ്ഞതൊന്നുകൂടെ മറന്നുപോയി കാണാം. ഒന്നുകൂടെ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നമുക്ക് ഒത്തിരി വിദേശികർക്ക് പൈസ കൊടുക്കാനുണ്ട്. പൈസയല്ല, ഡോളർ കൊടുക്കാനുണ്ട്. അപ്പം ഡോളറിൻ്റെ വില കൂടും. 60 എന്ന് നമുക്ക് സുഖമുള്ള എക്സാമ്പിൾ 40-60 പോകും ഡോളറിൻ്റെ വില. കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും, ശരിയല്ലേ? അത് നമുക്ക് നോക്കാം. അവിടെ എന്താ എഴുതിയേക്കുന്നത് നമുക്ക് നോക്കാം, എളുപ്പമുണ്ട്. സോ and since exchange rate is flexible, the situation becomes different. Because low interest rate, capital inflows will come down. Okay, will come down and a balance of payment deficit will occur. ഇവിടെ ഒന്നാമത് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ്, അപ്പോൾ ഇങ്ങോട്ട് ആരും ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോരില്ല. അപ്പോൾ ക്യാപിറ്റൽ ഇൻഫ്ലോസും കുറയും. മനസ്സിലായാലും എന്താണ്? ക്യാപിറ്റൽ ഇൻഫ്ലോസ് കുറയും. അപ്പോൾ നമുക്ക് ഡോളർ കിട്ടുന്നത് കുറയും. കാരണം ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതുകൊണ്ട് വിദേശീയരാരും ഇവിടെ ഒന്നും നമ്മുടെ ഇവിടെ സേവ് ചെയ്യാനൊന്നും പോകില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പോകില്ല, റിട്ടേൺ ഇല്ല. അതുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഭയങ്കര പുവറായിരിക്കും. ഓക്കെ, സോ സിൻസ് exchange rate are flexible, the situation becomes different because of low interest rate. So at this equilibrium, at point E, compared to point E0, compared to point at point E, your interest rate is low. So in that at low interest rate, capital inflow will be less. So balance of payment deficit will happen. This will produce depreciation of domestic currency. അപ്പോൾ 40 എങ്ങോട്ട് പോവാം? 60 പോവാം. രൂപയില്ല, ഡോളർ ഇല്ലാത്തതുകൊണ്ട് ഒരു ഡോളറിന് 60 കൊടുക്കുക. ഒരു ഡോളറിന് 60 കൊടുക്കേണ്ടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയോ? ദിസ് വിൽ ഇൻക്രീസ് നെറ്റ് എക്സ്പോർട്ട്സ്. എന്താണ്? നെറ്റ് എക്സ്പോർട്ട് കൂട്ടും. അപ്പോൾ നെറ്റ് എക്സ്പോർട്ട് കൂട്ടാന്ന് വെച്ചാൽ നേരത്തെ 40 രൂപയ്ക്ക് ഒരു ഡോളറിന് 40 രൂപയുടെ സാധനം വിദേശീയർക്ക് കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഡോളറിന് 60 രൂപയുടെ സാധനം ഇന്ത്യക്ക് കിട്ടുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാം? ആളുകൾ കൂടുതൽ ഇന്ത്യയിൽ നിന്ന് മേടിക്കും. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് കൂടുമ്പോൾ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്? നമുക്ക് ഇതുകൊണ്ടോ ISR ഷിഫ്റ്റ് ചെയ്യും, അപ്പോൾ ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് എക്സ്പോർട്ട് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലായി. ISR എന്ത് ചെയ്യും? അപ്പോൾ ഷിഫ്റ്റ് ചെയ്യും. ഉണ്ടോ? സെക്കൻഡ് ചേഞ്ച് ഇതാണ്. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം E2, മനസ്സിലായോ? E2 ISR ഷിഫ്റ്റ് ചെയ്യാം. ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇച്ചിരി ക്ലാരിറ്റി ആയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. ക്യാൻസൽ കൊടുത്തു. ഈ മോഡിലിട്ടൊന്നുകൂടെ ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഒരല്പം ഇവിടെ കൊടുക്കാം. ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ശരി, ഇതൊക്കെയുള്ള
ഓക്കെ, ഇപ്പോൾ ഇവിടെ കിട്ടിയല്ലോ. മറക്കരുത്, നമ്മൾ മണി സപ്ലൈ കൂട്ടി, സോറി അങ്ങനെയല്ല, മണി സപ്ലൈ കൂട്ടി എന്ത് സംഭവിച്ചു, പുതിയൊരു ഇക്വിലിബ്രിയം E1 വന്നു. E1ൽ നിന്ന് എന്ത് സംഭവിച്ചു, ഡെഫിസിറ്റ് ആയതുകൊണ്ട് ഡിപ്രീസിയേഷൻ വന്നു. ഡിപ്രീസിയേഷൻ വന്നപ്പോൾ എക്സ്പോർട്ട് കൂടി നമ്മളെങ്ങനെ മനസ്സിലായി, IS കർവ് ഇങ്ങനെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, പുതിയ ഇക്വിലിബ്രിയം E2. സോ മോണിറ്ററി പോളിസി ഹാസ് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഇൻകം ഫ്രം Y1 to Y2. സോ മോണിറ്ററി പോളിസി ഈസ് എഫക്റ്റീവ്. എന്താണ്? ഇറ്റ് ഈസ് എഫക്റ്റീവ് അണ്ടർ വാട്ട്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റം. നമ്മൾ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റത്തെ കുറിച്ചല്ല ഇവിടെ പഠിക്കുന്നത്. നേരത്തെ നമ്മൾ ഇൻഎഫക്റ്റീവ് ആണ്, ഇവിടെ ഫ്ലെക്സിബിൾ എഫക്റ്റീവ് വിത്ത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് അവർ കൺക്ലൂഷൻ റിഗാർഡിംഗ് ദി എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി അണ്ടർ എ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റം വിത്ത് അക്കോമ്പനിഡ് ബൈ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. ഓക്കെ, കിട്ടിയല്ലോ. ഒരു കാരണവശാലും മറക്കരുത് ഏത്, ഈ 1 എന്നുള്ള പൊസിഷൻ, ദെൻ 2ലേക്കുള്ളൊരു പോക്ക്. ഓക്കെ, then we are going to see what is the effectiveness of fiscal policy. Expansion of fiscal policy will shift the IS curve to IS ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായാലോ, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്? ഇവിടെ നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസാണ്. BP എന്താണ്? സർപ്ലസ് ആകുമ്പോൾ ഇഷ്ടം പോലെ ഡോളറായിരിക്കും. ശരിയല്ലേ? ഡോളർ ആകുമ്പോൾ കറൻസി എന്ത് ചെയ്യും? അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പോർട്ട് എന്ത് ചെയ്യും? കുറയും. ഇമ്പോർട്ട് എന്ത് ചെയ്യും? കൂടും. അപ്പം നെറ്റ് എക്സ്പോർട്ട് എന്ത് ചെയ്യും? കുറയും. നെറ്റ് എക്സ്പോർട്ട് കുറയുക എന്ന് പറഞ്ഞാൽ എന്താ? IS കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ്. ശരിയല്ലേ? സോ ആസ് എ റിസൾട്ട് ഓഫ് an expansionary fiscal policy indicated by the movement 1 E0 to E1. Okay, what happens is that the economy will be coming back to the original position E2. Because of what? Because of the work of the exchange rate appreciation. സെൻട്രൽ ബാങ്ക് ഇവിടെ ഒന്നുമില്ല, എല്ലാം ഓട്ടോമാറ്റിക്കാണ്. കാരണം എന്താ? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ശരിയല്ലേ? അവിടെ സെൻട്രൽ ബാങ്ക് ഉണ്ടോ? ഇല്ല. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇങ്ങോട്ട് തിരിച്ചു വരിക E2ലേക്ക്. സോറി, E0 എന്ന് കൂട്ടിയാൽ മതി. നമ്മൾ E2 E0 ഒരുപോലെ. അപ്പോൾ അങ്ങോട്ട് തിരിച്ചു വരിക. അത് നമ്മൾ കണ്ടെത്തുന്ന റീസൺ എന്താണ്? ഒരു കൺക്ലൂഷൻ എന്താണ്? ദി ഫിസ്ക്കൽ പോളിസി ബിക്കംസ് ഇൻഎഫക്റ്റീവ് വെൻ യു ആർ ഹാവിങ് എ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോഡ് ബൈ ഓർ അക്കമ്പനിഡ് ബൈ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. ഓക്കെ, ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ അപ്രീസിയേഷൻ, ഇറ്റ് വിൽ റെഡ്യൂസ് നെറ്റ് എക്സ്പോർട്സ്, IS curve back to its original position. As a result, we know that fiscal policy becomes ineffective under flexible exchange system when there is perfect capital mobility. Now, coming to the second position, you are having an imperfect capital mobility here. Under a flexible exchange system, what happens? What is the effectiveness of monetary policy? Okay, നമ്മൾ പറയാം monetary policy. അപ്പോൾ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയാണ്. എന്ത് സംഭവിക്കുക? ഒരു സെക്കൻഡ്. അപ്പോൾ എല്ലാം കയറി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. എല്ലാം കയറി E0 E1ലേക്ക് വരിക. എല്ലാം കയറി ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് ഒറിജിനലായിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സിറ്റുവേഷൻ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റാണ് അല്ലേ? ഡെഫിസിറ്റ്. അപ്പോൾ കറൻസി എന്ത് ചെയ്യും? ഡിപ്രീഷിയേറ്റ് ചെയ്യും. ശരിയല്ല? ഡെഫിസിറ്റ് ആകുമ്പോൾ കറൻസി അന്നേരം എന്ത് ചെയ്യും? എക്സ്പോർട്ട് മുകളിലോട്ട് കൂടും. എക്സ്പോർട്ട് മുകളിലേക്ക് പോകും. ഓക്കെ, എക്സ്പോർട്ട് മുകളിലേക്ക് പോകും. ഇനി എക്സ്പോർട്ട് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കറിയാം, എക്സ്പോർട്ട് മുകളിലേക്ക് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ IS കർവ് മുകളിലേക്ക് വിടുക. നമ്മൾ എക്സ്പോർട്ട് കൂടുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ മോണിറ്ററി പോളിസി എക്സ്പാൻഡ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം കറവ് താഴോട്ട് വന്നു. പുതിയ ഇക്വിലിബ്രിയം E1 വന്നു. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ E1ൽ എന്തുണ്ട്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ഉണ്ട്. ഓക്കെ, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, E1ൽ എന്തുണ്ട്? BP ഡെഫിസിറ്റാണ്. അപ്പോൾ BP ഡെഫിസിറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമുക്കറിയാം, കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും? എക്സ്പോർട്ട് കൂടും. ശരിയല്ലേ? എക്സ്പോർട്ട് കൂടുമ്പോൾ എന്ത് ചെയ്യും? IS കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. IS കർവ് മുകളിലേക്ക്. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം വന്നു. ഏതൊക്കെ? LM1 പുതിയതായിട്ടുള്ള IS കർവും കൂടെ E2 വന്നു. ഓക്കെ, E2 വന്നു. ഇനി E2ൽ വേറൊരു കാര്യം കൂടെ സംഭവിക്കും. നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ടല്ലോ നമ്മുടെ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ, ഈ പോയിൻറ്റിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൂടുതലായതുകൊണ്ട് ക്യാപിറ്റൽ മൊബിലിറ്റി കൂടും. അപ്പോൾ എന്നാ സംഭവിക്കുന്നറിയോ? ഇങ്ങോട്ട് BP കർവ് ഷിഫ്റ്റ് ചെയ്യും. അവിടെയുള്ള അസറ്റിനൊക്കെ വില കുറവായതുകൊണ്ട് കൂടുതൽ വിദേശികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. BP കർവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അപ്പം ആ ഇക്വിലിബ്രിയം E2ലായിരിക്കും. അവിടെ ഇക്വിലിബ്രിയം നടക്കുക. 3 സംഭവങ്ങൾ ഈക്വലായിരിക്കും. BP ഇക്വിലിബ്രിയത്തിലായിരിക്കും, LM ഇക്വിലിബ്രിയത്തിലായിരിക്കും,
IS ഇക്വിലിബ്രിയം ആയിരിക്കും 3 കൂടെ കൂടുന്നത് ആണല്ലോ E2 പോയിന്റ്, ശരിയല്ലേ? E0 എന്ന ഫൈനലായിട്ട് E2. അപ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട് ഈ മോണിറ്ററി പോളിസി എഫക്റ്റീവായി. കാരണം എന്താ, ഈ ഇൻകം ലെവലാണ്, ഇവിടത്തേക്കാളും ഇൻകം ഇവിടെയുണ്ട്, അതിനേക്കാളും ഇൻകം ഇവിടെയുണ്ട്, ശരിയല്ലേ? സോ മോണിറ്ററി പോളിസി ബിക്കം എഫക്റ്റീവ് ബിക്കോസ് യു ആർ ഹാവിങ് ഹയർ ലെവൽ ഓഫ് ഇൻകം. System is very stable. So monetary policy is effective under a flexible exchange rate system where when you are having a what we can say imperfect mobility of capital. Now we are coming to the last combination. What happens to the equilibrium when you are having a fiscal policy? Okay, fiscal policy use ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റീഡ് മോഡിൽ ഇടാവേ. ഓക്കെ, ഹിയർ an expansionary fiscal policy will shift the IS to IS curve. അപ്പോൾ നമ്മൾ ഒന്നെന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിസിക്കൽ പോളിസി ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുക, എങ്ങോട്ട്? ആ നീളം കണ്ടോ, ഒറ്റയടിക്ക് ഇങ്ങോട്ട് പോവുക IS1. ഇത് പിന്നീട് വരയ്ക്കേണ്ട, അതുകൊണ്ട് ആദ്യം വരയ്ക്കും, നമ്മൾ ആദ്യം വരച്ചല്ലോ. അപ്പോൾ IS1ലേക്ക് പോവുക. പെട്ടെന്ന് അങ്ങ് എന്ത് സംഭവിച്ചു? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടുതലുണ്ട്, IS1ലേക്ക് മുകളിലേക്ക് പോയി. മൂവിങ് ദി ഇക്വിലിബ്രിയം ഫ്രം E0 to point E1. E0 ഇതാണ്, അവിടുന്ന് E1ലേക്ക് പോയി. ഓക്കെ, കാരണം എല്ലാം ഗിവൺ ആണേ, ഗിവൺ മണി സപ്ലൈ ആണ്, അത് മറക്കരുത്. ഒരു എല്ലാം കയറി നമുക്കിവിടെ ഉള്ളൂ. ദെൻ അറ്റ് ദിസ് പോയിന്റ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇസ് സർപ്ലസ്. കാരണം ഇതാണല്ലോ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവ്, ഇത്. അപ്പോൾ ഇതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവ് കേട്ടോ. സോ ഡിലീറ്റ് ചെയ്തോട്ടെ, ഡിലീറ്റ് ചെയ്യാനൊന്ന് വരട്ടെ, ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിലീറ്റ് ചെയ്യട്ടെ. ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോകാനും എളുപ്പമുണ്ടായിരുന്നു. ഇനി കുറഞ്ഞിട്ട് ഡിലീറ്റ്. അപ്പോൾ നമ്മൾ ഒറിജിനലായിട്ടുള്ള BP ഇതാണേ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ സർപ്ലസ് ആണ്. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയം, അവിടെ എന്താണ്? സർപ്ലസ് ആണ്. അപ്പോൾ സർപ്ലസ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയോ? അപ്രീസിയേഷൻ വരും, ശരിയല്ലേ? എന്ത് വരും? സർപ്ലസ് വരുമ്പോൾ അപ്രീസിയേഷൻ വരും, നമ്മൾ പഠിച്ച അപ്രീസിയേഷൻ വരും. അപ്രീസിയേഷൻ വരുമ്പോൾ നെറ്റ് എക്സ്പോർട്ട് കുറയും. അന്നേരം എന്ത് ചെയ്യും? IS കർവ് ഷിഫ്റ്റ് ചെയ്യും താഴോട്ട്. ഷിഫ്റ്റ് ചെയ്ത് കണ്ടോ? രണ്ടാമത്തെ ഇതാണ്, മനസ്സിലായല്ലോ? എന്താണ്? IS കർവ് ഷിഫ്റ്റ് ചെയ്യും. പിടികിട്ടിയല്ലോ? രണ്ടാമത്തെ സംഭവം. കാരണം എന്താ? എക്സ്പോർട്ട് പറഞ്ഞാൽ ഇൻകം കുറഞ്ഞ പോലെ IS കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ IS കർവ് ആദ്യം മുകളിലോട്ട് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ റൂട്ട് കൂടിയതായിരുന്നു, പക്ഷേ ഇത് താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. കാരണം എക്സ്പോർട്ട് കുറഞ്ഞു, കാരണം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസ് അവിടെ എത്തി. ഓക്കെ, നൗ വാട്ട് വിൽ ഹാപ്പൻ? ദി BP കർവ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവും ഷിഫ്റ്റ് ചെയ്യും. അതിൻ്റെ കാരണം അറിയോ? ഇവിടെ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റാണ് ഇവിടെ. അപ്പം ഇവിടെ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് BP കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ഇൻഫ്ലോ അല്പം കൂടെ കൂടും, അപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ പോയിന്റ് E2 നമ്മുടെ ഫൈനൽ ഇക്വിലിബ്രിയം. സോ ദിസ് ഡിക്രീസ് വിൽ എക്സ്പോർട്ട് വിൽ ഷിഫ്റ്റ് IS കർവ് ടു ദി ലെഫ്റ്റ്. ഓൾസോ സിൻസ് ഡൊമസ്റ്റിക് അസറ്റ്സ് ആർ മോർ എക്സ്പെൻസീവ്, ദി BP കർവ് വിൽ ഷിഫ്റ്റ് ടു ദി ലെഫ്റ്റ്. Then the final equilibrium will be therefore at point E2. In this scenario, fiscal policy will be of limited success. നമുക്ക് ഇങ്ങോട്ട് ആദ്യമേ പോയതായിരുന്നു, ഈ കുറച്ച് ഇപ്പോൾ മുഴുവൻ താഴോട്ട് പോയോ? ഇല്ല, കുറച്ച് താഴോട്ട് പോയുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് സക്സസ്, കുറച്ച് സക്സസ് ഉണ്ട്. ലിമിറ്റഡ് സക്സസ് ആണ് നമ്മൾ പറയാം. പിടിയിട്ടില്ലോ? ലിമിറ്റഡ് സക്സസ് ഉണ്ട്. ഡിലീറ്റ് ചെയ്തോട്ടെ, ഇതെടുത്ത് അത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ലിമിറ്റഡ് സക്സസ് അവിടെ നമുക്കുണ്ട്. സോ ദി മുണ്ടൽ-ഫ്ലെമിംഗ് മോഡൽ ബൈ യൂസിങ് ദി ISLM BP മെത്തഡോളജി, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കൺക്ലൂഷനിലേക്ക് വരിക, ഈസ് എ യൂസ്ഫുൾ ടൂൾ ഫോർ ദി അനാലിസിസ് ഓഫ് ഓപ്പൺ ഇക്കോണമീസ്. ഓപ്പൺ ഇക്കോണമിയുടെ അനാലിസിസിന് ഭയങ്കര യൂസ്ഫുള്ളാണ് ISLM മോഡൽ. ക്യാപിറ്റൽ മൊബിലിറ്റി ആൻഡ് ദി നേച്ചർ ഓഫ് ദി എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം സിഗ്നിഫിക്കൻ്റ്ലി ഡിറ്റർമൈൻസ് സക്സസ് and failure of fiscal and monetary policies. Okay, so that is the use of fiscal the ISLM model. It gives a lesson or message about the success and failure of monetary and fiscal policies under flexible exchange rate system, fixed exchange rate system with varying degrees of perfect capital mobility and imperfect capital mobility. Okay, so that is all about this topic. This topic is quite a what we can say slightly deep topic. ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഡയഗ്രമൊക്കെ നന്നായിട്ട് മനസ്സിലായി നമ്മൾ പ്രസൻറ്റ് ചെയ്താലേ നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ. മനസ്സിലാക്കാൻ തന്നെ അത്യാവശ്യം നല്ല പാടാണ്, തന്നെ മനസ്സിലാക്കണമെങ്കിൽ പാടാം കേട്ടോ. റീഡ് മോഡിലിട്ട് ഡിലീറ്റ് ചെയ്യട്ടെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ട്. സോറി, ഡിലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പോട്ടെ, തുടക്കത്തിലേക്കൊന്ന് പോകാം. തുടക്കം ആ ടേബിളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ, ആ ടേബിൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. എത്രമാത്രമാണ് ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും സക്സസ്ഫുൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ വിത്ത് ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി, പെർഫെക്റ്റ് ക്യാപിറ്റൽ, പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. അപ്പോൾ ഇത് മനസ്സിലുണ്ടായിരിക്കണം. ഡയഗ്രാം ഓർത്തിരിക്കണം, അതിൻ്റെ വർക്കിങ്ങും അങ്ങനെയാണെന്നുള്ള
ഓർത്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. ഞാൻ പറഞ്ഞല്ലോ ഡയഗ്രത്തിൻ്റെ ഓരോ പോയിൻ്റ് എങ്ങനെ പോകുന്നു 1, 2 അവിടെ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ 1, 2 പോയിന്റിലേക്ക് വരാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിച്ചില്ലേ, ഇതാണ് 1 പോയിൻ്റ്, 1, 2 പോയിൻ്റ്. സോറി, നല്ല ഇവിടെ ഉണ്ടോ. 1ാമത്തെ പോയിൻ്റ് ഇതാ ഇങ്ങോട്ട് പോകുന്നു. ഫിസിക്കൽ പോളിസി ഉപയോഗിക്കുന്നത് നമുക്കറിയാം, അവിടെ കണ്ട എസ്കാർഗോ ഷിഫ്റ്റ് ചെയ്യുന്ന ആദ്യം നമ്മൾ പറഞ്ഞേക്കുന്നത്. 2ാമത്തെ അതിൻ്റെ ഫലമായിട്ട് മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കുന്നു 2ാമത്തെ. ഇങ്ങനെ നമ്മൾ പഠിച്ചാൽ മാത്രം മതി, നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. ഓക്കെ, എക്സൽ അങ്ങനെ ഓപ്പൺ ആയി വരുവാണ്. എക്സൽ ഞാൻ ക്ലോസ് ചെയ്തോട്ടെ. എക്സൽ ക്ലോസ് ചെയ്തു, ക്ലാസ്സും ക്ലോസ് ചെയ്തോട്ടെ. സ്റ്റോപ്പ്.